അല്ലല്ല, പുതിയ മോഡൽ വരുന്നതിൻ്റെ അകത്ത് 4 കണക്ഷൻ വരുന്ന മോഡൽ ഉണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ വരും. ചില മോഡലിൻ്റെ അകത്ത് ഒരു സൈഡ് ID ഉണ്ടാവും, തെർമൽ ഉണ്ട്, ഇവിടെ ക്ലോക്കും ഡാറ്റ ഉണ്ടാവും. പുതിയ മോഡൽ നോർമൽ വരുന്ന മോഡലെല്ലാം ഇതേപോലെ വരുന്ന ID ഉണ്ടാവും, TH ഉണ്ടാവും, ഗ്രൗണ്ട് ഉണ്ടാവും, VBAT ഉണ്ടാവും. നമ്മൾ ഷോർട്ട് ടേക്ക് ചെയ്യുന്ന പോയിന്റാണ് ഇത്. ഈ ഒരു പോയിന്റാണ് നമ്മൾ ഷോർട്ട് ടേക്ക് ചെയ്യുന്നത് അല്ല, ഇവിടെ നമ്മൾ സാധാരണ ടേക്ക് ചെയ്യും. പക്ഷെ ഈ ഒരു കേസിൽ ഫ്യൂൽ ഗേജ് വരുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കാം. ഇതാ മീഡിയാടെക്കാണ് സെറ്റ് നമ്മൾ പറഞ്ഞ്. മീഡിയാടെക്കിലാകുമ്പോൾ ഒന്നല്ലെങ്കിൽ ഫ്യൂൽ ഗേജ് എവിടെ ഉണ്ടാവും, പുറത്ത് കാണണം. അതല്ലാന്നുണ്ടെങ്കിൽ എവിടെ കാണും, പവർ ഐസിൻ്റെ ഉള്ളിൽ കാണും. ഇതാ VBAT നേരെ ഇട വന്ന് നോക്കിയാൽ ചാർജിങ് ഐസിലൊക്കെ. നിങ്ങൾ ഏത് കോൾകോമിൻ്റെ ഫോൺ എടുത്തു നോക്കി കഴിഞ്ഞാലും VBAT എപ്പം പോകുന്നത് ചാർജിങ് ഐസിയിലോട്ടാണ്. പക്ഷെ മീഡിയാടെക്കിൻ്റെ സെറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ VBAT ചാർജിങ് ഐസിയിലോട്ട് മാത്രമല്ല പോകുന്നത്, പവർ ഐസിയിലോട്ട് പോകും, നെറ്റ്വർക്ക് ഐസിയിലോട്ട് പോകും, പിന്നെ 2-3 ഐസിയിലോട്ടും പോകും. ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ പവർ ഐസിൻ്റെ ഉള്ളിലോട്ട് പോകുന്നിടം മാർക്ക് ചെയ്തിട്ടുണ്ട് VBAT ADC. ADC എന്ന് പറഞ്ഞാൽ അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ എന്ന് പറയും. ഈ സാധനം കംപ്ലൈൻ്റ് ആണെങ്കിൽ ഈ പറയുന്ന ഇഷ്യൂ വരും. ഏത് ഇഷ്യൂ? നമ്മളിപ്പോൾ ഓൺ ആക്കുന്ന സമയത്ത് ബ്ലിങ്കിങ് ലോഗോ വന്നില്ലേ, ആ ഒരു ഇഷ്യൂ ഈ ഒരു സാധനം കംപ്ലൈൻ്റ് ആണെങ്കിലും വരും. പക്ഷേ എവിടെയെങ്കിലും ഫ്യൂൽ ഗേജ് കാണുന്നുണ്ടാക്കി, എവിടെയെങ്കിലും സെൻസിങ് ഓപ്ഷൻ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഈ മോഡലിൽ കൊടുത്തിട്ടുള്ള മെത്തേഡ് ഇങ്ങനെയാണ്. നേരെ വന്നിട്ട് കൊടുത്തിട്ടുള്ളത് എവിടെയാ നോക്കിയേ, ഗ്രൗണ്ടിലോട്ടായിട്ടാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, കോഡ് സെൻസർ റെസിസ്റ്റർ കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ നോക്കിയ മോഡലിൻ്റെ അകത്ത് ഇത് കിടിയാ വന്നിട്ടുണ്ടായത്, ഈ ഒരു പാത്തിലായിരുന്നു കോഡ് സെൻസർ ഉണ്ടായത്. പക്ഷെ ഇതിൽ ഇപ്പം നോക്കുന്ന മോഡലിൻ്റെ അകത്ത് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സാധനം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൗണ്ടായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടും വീപ്പടിക്കും. ചില ആളത് എടുത്തിട്ട് കളയും ചെയ്യും. ഗ്രൗണ്ട് ആയിരുന്നു സാധനം എന്താ, റെസിസ്റ്റർ ആണ്. ഇത് കൊടുത്തിട്ടുള്ളത് ഗ്രൗണ്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഗ്രൗണ്ടിൻ്റെ അകത്തു നിന്നാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, 2 സെൻസിങ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ഇപ്പോൾ കാണാം. ഇവിടെ നിന്നാണ് 2 ലൈന് നേരെ നമ്മൾ എവിടെ പോകുന്നുള്ളത്, പവർ ഐസിൻ്റെ ഉള്ളിലോട്ട് പോകും. ഇതിലൊരു ലൈൻ ചാർജിങ്ങും കൂടി കണക്റ്റഡ് ആണ്, അത് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. ഈ ലൈന് കംപ്ലൈൻറ്റ് വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഈ ഒരു ലൈന് കംപ്ലൈൻറ്റ് വരുന്ന സമയത്താണ് ഈ പറയുന്ന കംപ്ലൈൻറ്റ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടെ നോക്കണം, മനസ്സിലായല്ലോ. ബാറ്ററി കണക്ടറിൽ ഇതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും.